നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സി എത്തിയതോടുകൂടിയാണ് MLS-ന്റെ പ്രൗഢി വർദ്ധിച്ചത്. മെസ്സിയെ കൂടാതെ സെർജിയോ ബുസ്കറ്റ്സ്, ജോർദി ആൽബ, ലൂയിസ് സുവാരസ് എന്നിവരെ കൊണ്ടുവരാനും ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആരാധകരെ ആകർഷിക്കാൻ ഇപ്പോൾ MLS-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഒരു വലിയ വളർച്ച ഇതുവഴി കൈവരിക്കാൻ ഇപ്പോൾ അമേരിക്കൻ ഫുട്ബോളിന് സാധിച്ചിട്ടുണ്ട്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നിരവധി സൂപ്പർ താരങ്ങൾ MLS-ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ ഫ്രഞ്ച് സൂപ്പർ താരമായ ഒലിവർ ജിറൂദ് MLS-ലേക്ക് എത്തിയിട്ടുണ്ട്. ലോസ് ആഞ്ചലസ് FC ആണ് ജിറൂദിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി അമേരിക്കൻ ലീഗിലേക്ക് വരാൻ സാധ്യതയുള്ള ചില സൂപ്പർ താരങ്ങളുണ്ട്. അവരെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു താരം സെർജിയോ റാമോസ് ആണ്. നിലവിൽ അദ്ദേഹം സെവിയയുടെ താരമാണ്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം MLS-ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. സാൻ ഡിയേഗോ FC എന്ന ക്ലബ്ബ് വലിയ ഒരു താല്പര്യം ഇപ്പോൾ സെർജിയോ റാമോസിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു താരം ഹിർവിങ് ലൊസാനോയാണ്. അദ്ദേഹം മെക്സിക്കൻ സൂപ്പർ താരമാണ്. അദ്ദേഹം ഇപ്പോൾ MLS-ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രോയുടെ പേര് വളരെ വലിയ രൂപത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. വരുന്ന സമ്മറിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിടാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതായി റൂമറുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ MLS-ഉം അതുപോലെ തന്നെ സൗദി അറേബ്യൻ ലീഗും വലിയ രൂപത്തിൽ ഈ ഒരു സൂപ്പർ താരത്തിന് വേണ്ടി ശ്രമിച്ചേക്കും. സൗദിയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം കെവിൻ ഡിബ്രോയിനക്ക് MLS-നോടാണ് എന്നുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. മാർക്കോ റൂസ് ഏകദേശം MLS-ലേക്കാണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ സമീർ നസ്രി ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. MLS-ലെ ഒന്ന് രണ്ട് ക്ലബ്ബുമായി അദ്ദേഹം ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ലൂക്ക മോഡ്രിച്ച് അദ്ദേഹം റയൽ മാഡ്രിഡുമായി കോൺട്രാക്ട് പുതുക്കുന്നില്ലെങ്കിൽ പിന്നീട് MLS-ലേക്ക് എത്താൻ വലിയ രൂപത്തിൽ സാധ്യതകൾ ഉണ്ട് എന്നതാണ്. മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സാൻ ഡിയേഗോ FC എന്നിവർക്ക് ലൂക്ക മോഡ്രിച്ചിൽ താല്പര്യമുണ്ട് എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. റയൽ മാഡ്രിഡിന്റെ ക്യാപ്റ്റനായ നാച്ചോ ഫെർണാണ്ടസ് ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ് എന്നത് മാത്രമല്ല യൂറോപ്യൻ ഫുട്ബോൾ തന്നെ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അമേരിക്കയിലേക്ക് വരാനാണ് അദ്ദേഹം താല്പര്യപ്പെടുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയും ഒരുപക്ഷെ സാൻ ഡിയേഗോ FC ഒക്കെ ശ്രമിച്ചേക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ്. ആന്റോനി ഗ്രീസ്മാൻ അദ്ദേഹം വരുന്ന സമ്മറിൽ MLS-ലേക്ക് എത്താൻ സാധ്യത കുറവാണ്. പക്ഷെ ഭാവിയിൽ അദ്ദേഹം MLS-ൽ എത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. കാരണം ഗ്രീസ്മാൻ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലെ തന്റെ അവസാനത്തെ ക്ലബ്ബ് അത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരിക്കും എന്ന് ഗ്രീസ്മാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. MLS ആണ് തനിക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്ന ട്രാൻസ്ഫർ വിൻഡോകളിൽ MLS-ലേക്ക് എത്തും എന്നുള്ളതാണ്. ഏഞ്ചൽ ഡിമരിയുടെ കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭാവിയിൽ അദ്ദേഹം MLS-ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമി ഡി മരിയയിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ PSG-യുടെ ഗോൾ കീപ്പർ ആയിരുന്ന കെയ്ലർ നവാസ് ഇപ്പോൾ ഫ്രീ ഏജന്റ് ആണ്. അദ്ദേഹവും അമേരിക്കയിലേക്ക് വരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും താരങ്ങൾ ഇപ്പോൾ അമേരിക്കൻ ലീഗിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവരെയൊക്കെ സ്വന്തമാക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അത് അമേരിക്കൻ ഫുട്ബോളിന് വളരെയധികം സഹായകരമാകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇവിടെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സൗദി അറേബ്യൻ ലീഗും മറുഭാഗത്ത് അണിനിരക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.